നമ്മൾ പിൻപറ്റേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബാക്കി വെച്ച പ്രമാണത്തെയാണ്, വിശുദ്ധ ഖുർആനെയാണ്. അലൈക്കും ബിസുന്നതി, ഇതാ നിങ്ങൾക്ക് എന്റെ സുന്നത്തുണ്ട്, വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, എന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിന്റെ സുന്നത്തുണ്ട് എന്നാണ്. തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യം ഞാനിതാ വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബിനെയും പ്രവാചകന്റെ സുന്നത്തിനെയും മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു മതി. ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ഇല്ലായ്മയിൽ നിന്ന് നിസാരമായ ബീജത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയ, ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നാം ശ്വസിക്കുന്ന ഓക്സിജൻ, നാം കുടിക്കുന്ന വെള്ളം, നമ്മുടെ ശരീരത്തിലെ നൂറുകണക്കിന് പ്രോസസ്സുകൾ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മതി എന്ന് അചഞ്ചലമായി പറയാൻ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിന്റെ സമീപത്ത് വെച്ച് പറഞ്ഞ ആ ഒരു വാക്കില്ലേ, ആ വാക്കെന്താണ്? ഇൽമുഹു ബിഹാലി കാഫിൻ അൻ സുആലി. എന്താണ് ഇബ്രാഹിം തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വാക്കാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. വിശ്വാസികളെ, കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്കിന്റെ കൂടെ ആവർത്തിച്ച് ചൊല്ലേണ്ട കാര്യമല്ല അത്. ശിർക്കും ഖുറാഫാത്തുകളും വാരി പുണർന്നുകൊണ്ട് തൊട്ടിലാട്ടുമ്പോൾ ചൊല്ലാനുള്ളത് അല്ല അത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എനിക്കാരെയും വേണ്ട, എനിക്കെന്നെ സൃഷ്ടിച്ച റബ്ബിന് മാത്രം മതി എന്ന് പറയാനുള്ള ആ ഒരു ആർജവത്വമാണ് ഖലീലുള്ള നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. ഞാൻ ചോദിച്ചില്ലെങ്കിലും എന്റെ റബ്ബിനറിയാം, തീക്കുണ്ടാരത്തിന്റെ മുന്നിലാണ് ഞാൻ, പ്രതിസന്ധിയിലാണ് ഞാൻ, എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്ന ആ ഖലീലുല്ലാഹിയുടെ അചഞ്ചലമായ വിശ്വാസമാണ് വിശ്വാസികളെ നമുക്കുള്ളത്. ചെറുപ്പകാലത്ത് നമ്മുടെ മക്കൾ മരിച്ചു പോകാം, ഭാരിച്ച സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാകാം, ആഗ്രഹിച്ചത് സഫലമായില്ലെന്ന് വന്നേക്കാം. എന്തു വന്നാലും നമ്മുടെ റബ്ബിനോടല്ലാതെ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കില്ലെന്ന്, ഒരാളോടും നമ്മൾ നേർച്ചയർപ്പിക്കില്ലെന്ന്, ഒരാളെയും നമുക്ക് ആവശ്യമില്ലെന്ന് അചഞ്ചലമായി ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ട സ്വർഗ്ഗക്കാരായി മരിച്ചു പിരിയാൻ നമുക്ക് സാധിക്കുന്നത്.